ഒരു 10 മാംഗോ ജ്യൂസ് അടിക്കേ ധാവനിക്ക്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചധികം നാളായിട്ടുണ്ടല്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണേ. ഇന്ന് മോൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഞാൻ ചോറൊന്നും വെക്കുന്നില്ല, കാരണം പെരുന്നാളിൻ്റെ ചോറും കറികളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ ചോറൊന്നും വെക്കുന്നില്ല. പിന്നെ മക്കൾക്കും എനിക്കുള്ള ചായയെല്ലാം ഞാൻ എടുത്തു. പിന്നെ ചാറ് കറി വെക്കണം, കാരണം ബീഫ് കറി ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പരിപ്പിട്ട് ചാറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മാങ്ങയുടെ സീസണാണല്ലോ, മാങ്ങയും മുരിങ്ങക്കായും എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും കൂടി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് കഴിക്കാൻ പത്തിരിയാണ്. അപ്പോൾ പത്തിരിക്ക് ഞാൻ കുറച്ച് പാലും പഴവും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ പഴം ഇരിക്കുന്നുണ്ട്. പാളയംകുടം പഴമാണ് കേട്ടോ. പാളയംകുടം പഴം നല്ല മധുരമുള്ളതാണല്ലോ. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ അത് ഉടയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 പാളയംകുടം പഴം ഇട്ടിട്ട് ഉടച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ നന്നായിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴേക്കും പരിപ്പും മുരിങ്ങക്കായും എല്ലാം വെന്ത് വന്നിട്ട് അപ്പോൾ അതിലേക്ക് തേങ്ങ എല്ലാം അരച്ചൊഴിച്ചു. അങ്ങനെ അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കായും മാങ്ങയൊക്കെ കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനാണെങ്കിലും ഇല്ലെങ്കിൽ പലഹാരത്തിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് നന്നായി തിളച്ച ശേഷം അതിലേക്ക് ഞാൻ കടുകെല്ലാം തളിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് തിളപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മോൾക്ക് രാവിലെയാണ് ട്യൂഷൻ. രാവിലെ നേരത്തെയാണ് കേട്ടോ ട്യൂഷൻ. ഒരു 9 മണിക്കാണ് ട്യൂഷൻ തുടങ്ങുന്നത്. അപ്പോൾ മോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ മോള് പോയിട്ടുണ്ട്. പിന്നെ അവൾ പോയ ശേഷം ഞാൻ അലക്കാനുള്ള തുണികളെല്ലാം അലക്കിയിട്ടു. ഇന്നിപ്പോൾ ഒരുപാട് തുണികളുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പുതപ്പും വിരിപ്പും കൂടിയായിട്ട് ഒത്തിരി തുണികളുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തുണികളൊക്കെ ഞാൻ ഈ ഒരു സൈഡ് തന്നെയാണ് ഉണക്കാനിട്ടത്. പിന്നെ വലിയ തുണികളെല്ലാം ഈ മുറ്റത്ത് തന്നെ ഇട്ടു. ഇപ്പോൾ എന്തൊരു വെയിലാണില്ലേ, ഈ വെയിലത്ത് ഇറങ്ങാൻ പറ്റില്ല. രാവിലെ എണീക്കുമ്പോഴേക്കും ചൂട് കാരണം ഭയങ്കര ക്ഷീണവും തലവേദനയും എല്ലാം തോന്നുന്നുണ്ട്. അലക്കി കഴിഞ്ഞ് പിഴിഞ്ഞെല്ലാം ഇടൽ കഴിയുമ്പോഴേക്കും തന്നെ വയ്യാണ്ടായി. പിന്നെ വീട്ടിലെ പണികളെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ മുറ്റം കഴിക്കാൻ നിന്നു. കാരണം പുറത്തെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ വീടിനകത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം നല്ല വെയിലാണല്ലോ. നമ്മൾ വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ട് പുറത്തെ മുറ്റമടിക്കലെല്ലാം ചെയ്യുമ്പോഴേക്കും തീരെ വയ്യാണ്ടാവും. അപ്പോൾ ഞാൻ വേഗം മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മറം മുറ്റമൊക്കെ ഒന്ന് അടച്ചു വിട്ടു. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പൂച്ചെടികൾ വെക്കുന്നുണ്ടല്ലോ, ആ ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ അടിച്ചു വിടാറുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് അതെല്ലാം കൂട്ടി വെച്ചു. പിന്നെ ഇത് നമ്മുടെ വീട്ടിൻ്റെ പുറകു വശത്താണ് കേട്ടോ. ഇപ്പോൾ വലിയ ചപ്പൊന്നുമില്ല, എന്നാലും അത്യാവശ്യം അപ്പുറത്തുള്ളവൻ്റെ 1-2 ഇലകളും ഇതൊക്കെ വീഴുന്നുണ്ട്. പിന്നെ മക്കളാണെങ്കിൽ കളിപ്പാട്ടങ്ങളെല്ലാം ഇതുപോലെ ഉമ്മർത്തും പുറകിലും എല്ലാം അവിടെ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടിച്ച് ഉള്ളിൽ വന്നപ്പോഴുണ്ടല്ലോ മോനാണെങ്കിൽ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് തന്നെ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വിടാനുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കാറ്റും ചെറുതായിട്ട് കാറ്റെല്ലാം ഉള്ളതുകൊണ്ട് നിറയെ വീടിനകത്ത് പൊടിയുണ്ടായിരുന്നു. പിന്നെ അടിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉള്ളൊക്കെ ഒന്ന് തുടച്ച് വിട്ടു. പിന്നെ ഗ്യാസ് തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് നമ്മൾ ഡെയിലി തുടയ്ക്കുന്നുണ്ട്. എന്നാലും ചിലവർ പറഞ്ഞാൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അടുപ്പത്തിട്ട് ഒരു വൃത്തിയില്ലാത്തതെന്ന്. പക്ഷേ വൃത്തിയില്ല എന്ന് പറയാൻ ഇത് ചുമരിൽ ഈ ഒരു പെയിൻ്റൊക്കെ ഇളകിയത് കൊണ്ടായിരിക്കും തോന്നുന്നത്. ഞാൻ ഡെയിലി എല്ലാവരും ഇവിടെ ക്ലീൻ ആക്കാറുണ്ട്, ഡെയിലി തുടയ്ക്കാറുണ്ട്. അപ്പോൾ അത് ഒരു പെയിൻ്റൊക്കെ പോയതുകൊണ്ടായിരിക്കും തോന്നിയത്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഉച്ചക്കലേക്കുള്ള മീൻ വറുക്കാൻ വെച്ചു. മത്തി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വറുക്കാൻ വെച്ചു. പിന്നെ ഇന്നലത്തെ നെയ്ച്ചോറുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് തല്ലൂർ വരെ പോകണം, പാല് വാങ്ങാൻ പോകണേ. മക്കളെയാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് പോകാൻ പറ്റില്ല, കാരണം വീട്ടിൽ നോക്കാൻ ആളില്ല. അതുകൊണ്ട് മക്കളെയും കൂട്ടിയിട്ട് വന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ തല്ലൂർ എത്തുമ്പോൾ തന്നെ മക്കൾക്കാണെങ്കിൽ ഭയങ്കര വെള്ളം ദാഹം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല വെള്ളം ദാഹം ഉണ്ടായിരുന്നു. വീട്ടിൽ നമ്മൾ വെള്ളമെല്ലാം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ കടയെത്താത്തുമ്പോഴാണെങ്കിൽ കുട്ടികൾക്കെല്ലാം ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ മോന് ജ്യൂസ് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. മോൾക്കാണെങ്കിൽ സാധാ വെള്ളം, തണുത്ത വെള്ളം വേണം പറഞ്ഞു. അങ്ങനെ ഒരു ബോട്ടിൽ തണുത്ത വെള്ളവും വാങ്ങിച്ചു. അങ്ങനെ ഞാനും മോളും ഒക്കെ കൂടെ അവിടെ നിന്ന് തന്നെ കുടിച്ചു. പിന്നെ മോനാണെങ്കിൽ ഇതിനിടയ്ക്ക് അവിടെ നിന്നുള്ള കാറും എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ച് ഞങ്ങൾ സൊസൈറ്റി വന്നപ്പോൾ സൊസൈറ്റി തുറന്നിട്ടില്ല. ഇന്നാണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, സൊസൈറ്റി തുറന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു മാവിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മൾ വൈകി വെച്ച് പാല് കിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും പാൽ സൊസൈറ്റി തുറന്നു. നേരെ മോനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ആളുടെ അടുത്ത് പാല് വാങ്ങാൻ വേണ്ടിയിട്ട് കുപ്പി കൊണ്ട് കൊടുക്കാനും എല്ലാത്തിനും മോൻ തന്നെയാണ് കൂടെ പോയി നിൽക്കുന്നത്. അങ്ങനെ കുപ്പിയെല്ലാം കൊടുത്ത് പാലും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുളിക്കിന് ഷീസ് കുറേ കയറിയേ. ഇക്കാക്ക് ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത്. തിങ്കളാഴ്ചക്കാൻ്റെ ബർത്ത്ഡേ ഉണ്ടോ, അപ്പോൾ ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി കയറിയാണ്. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഒട്ടും കളക്ഷൻ ഇല്ല. കാരണം ഇവിടെ ഉണ്ടല്ലോ ഗേൾസിൻ്റെ കളക്ഷൻ ഉണ്ട്, അതുപോലെ ബോയ്സിനുള്ള ഒട്ടും കളക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ എണ്ണം തപ്പി. പിന്നെ എനിക്ക് വലിയതായിട്ട് ഏതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒട്ടും അറിയില്ല. അങ്ങനെ ഈ ഒരെണ്ണം ഉണ്ടോ ഞാൻ എടുത്തത്. എന്നാലും എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒട്ടും കളക്ഷൻ ഇല്ല. പിന്നെ നമ്മളവരെടുത്ത് കുറേ എണ്ണം എടുത്ത് വെച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോഴുണ്ടല്ലോ മോനാണെങ്കിൽ അവിടെ നിന്നിട്ട് കാറിലേക്കാണ് കേട്ടോ കണ്ണ് പോകുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് വന്നത് കാറ് വാങ്ങിച്ചു തരില്ല എന്ന്.
അതുകൊണ്ട് പിന്നെ കാറ് വേണമെന്നൊന്നും വാശിയൊന്നും പിടിച്ചില്ല, അങ്ങനെ മിണ്ടാണ്ട് നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിലേക്ക് വന്നു. കുറേ നാളായി കേട്ടോ ത്രെഡ് ചെയ്തിട്ട്, പെരുന്നാളും നോമ്പും എല്ലാം ആയതുകൊണ്ട് തന്നെ ത്രെഡ് ചെയ്യാൻ പോയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ചേച്ചിക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ചെയറിലെല്ലാം കളിക്കുന്നുണ്ട്. ഇവരെയും കൊണ്ട് പുറത്ത് വന്നാണ്ടല്ലോ ഒരു ഭാഗത്തിരിക്കില്ല, എന്തെങ്കിലും ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം അവർ അവിടെ ഒന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മാംഗോ ബേക്കേഴ്സിലേക്ക് കയറി. മക്കൾക്ക് വീണ്ടും വെള്ളം തയ്ച്ചിട്ട് എന്തെങ്കിലും ജ്യൂസ് വേണം പറഞ്ഞു. പോയതും മോൻ നേരെ ഈ ഒരു 2 ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞു എനിക്കത് വേണ്ട, ഈ ഒരു ചുപ്പ ജ്യൂസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ കൊണ്ട് അത് തിരിച്ച് വെക്കാൻ പറഞ്ഞു. അവളത് കൊണ്ട് വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ബർഗർ പോലെ ഇത് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ക്രീമൊക്കെ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അത് 2 വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്ക് മുളക് പൊടി വാങ്ങണമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുളക് പൊടിയും വാങ്ങിച്ചു. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ വീടെത്തുമ്പോഴേക്കും വയ്യാണ്ടായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.